ഹായ്, എല്ലാവരും ക്ഷേമമായിരിക്കുന്നു എന്ന് കരുതട്ടെ. ഞങ്ങളും സുഖമായിരിക്കുന്നു. ചില നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പങ്കുവച്ച 12 കാര്യങ്ങൾ നിങ്ങളുമായും പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ഭവനങ്ങളിൽ കാണുകയോ കേൾക്കുകയോ അനുഭവിക്കുകയോ ചെയ്യുന്നതായ വിഷയങ്ങളാകാം ഒരുപക്ഷെ. അതുകൊണ്ട് ഇതിനൊരു മാറ്റം വരുന്നുവെങ്കിൽ വരട്ടെ എന്ന് ചിന്തിക്കുന്നു. തൻ്റെ ഒരു ഭവനത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ച, അമ്മായിയപ്പനും അമ്മായിയമ്മയും റൂമിൽ കതകടച്ചിരുന്ന് സംസാരിക്കുന്നു. അതെന്തേ കതകടച്ചിരുന്ന് സംസാരിക്കുന്നതെന്ന് കേൾക്കുവാൻ അവിടെയുള്ള മരുമകൾ കതകിനോട് ചേർന്ന് ചെവി വെച്ച് കേൾക്കുന്ന ഒരനുഭവത്തെ താൻ അവിടെ കാണുവാനിടയായി. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി അനുഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് നിമിത്തം അവരുടേതായ കുടുംബജീവിതങ്ങളിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, പ്രയാസങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനിപ്പോൾ നാം കണ്ടെത്തിയ ഒരു കാര്യം ഞങ്ങൾക്ക് ഒരു സുരക്ഷിതത്വമില്ല, ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യമില്ല. എന്തേ അത് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, അവിടെ അപ്പനും അമ്മയും എന്തോ പറയുന്നത് കേട്ടതിനെ ഒളിഞ്ഞു നിന്ന് കേട്ടിട്ട് ആരുടെ സുരക്ഷിതമാണ് നഷ്ടപ്പെട്ടതെന്നുള്ള ബോധ്യമില്ലാതെയാണ് പറയുന്നത് ഞങ്ങൾക്ക് സുരക്ഷിതത്വമില്ല. ഞാൻ കണ്ടതും കേട്ടതുമായ അനുഭവത്തിൽ നിന്ന് പറയട്ടെ, ഇങ്ങനെ പോയിട്ടുള്ള പലരും അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളിലേക്കാണ് ചെന്ന് വീണിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ പോലെ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ മാതാപിതാക്കളെ കാണുന്നില്ല എങ്കിൽ അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾ വളരെ ബഹുമാനത്തോടെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എങ്കിൽ 90% പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഒളിഞ്ഞു കേൾക്കാതെ മാന്യമായി സഹകരിക്കുവാൻ തയ്യാറാകുക. അത് നിങ്ങളുടെ കുടുംബജീവിതത്തിനും നിങ്ങളുടെ വളർന്നു വരുന്ന മക്കൾക്കും അതൊരനുഗ്രഹമായി തീരും. അതുകൊണ്ട് നല്ല ഒരു മാതൃക പിന്തുടരുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.